ഹായ് ഫ്രണ്ട്സ്, 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എൻവയോൺമെൻറ്റൽ സയൻസ് പരിസര പഠനത്തിലെ 8ാമത്തെ യൂണിറ്റായ യെസ്റ്റേർഇയേഴ്സ് ആൻഡ് നൗ ഇന്നലെ ഇന്ന് എന്ന പാഠഭാഗത്തിലെ ഇംഗ്ലീഷ് മീഡിയത്തിലെയും മലയാളം മീഡിയത്തിലെയും കുട്ടികൾക്കായുള്ള പ്രധാനപ്പെട്ട നോട്ടുകളും ലെറ്റസ് അസസ് ആൻസേഴ്സും എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാഠത്തിലെ ആദ്യ ഭാഗങ്ങളുടെ നോട്ടുകളും ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളുടെയും നോട്ടുകളും ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 4 EVS ന്യൂ യൂണിറ്റ്സ് ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റിലോ പോയി പരിശോധിച്ചാൽ മതി. ഇനി നമ്മൾക്ക് പാഠത്തിലെ ബാക്കി ഭാഗങ്ങൾ കൂടി നോക്കാം. ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. കുട്ടി എന്താണ് അച്ഛനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഡാഡ്, കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഓവർ. വൈ ഹാവൻ യു സ്റ്റാർട്ടഡ് ദ ഷോപ്പ് യെറ്റ്? അച്ഛാ, കെട്ടിടത്തിന്റെ പണി കഴിഞ്ഞല്ലോ, എന്നിട്ടും എന്താണ് കട തുടങ്ങാത്തത്? അപ്പോൾ അച്ഛൻ എന്താണ് മോളോട് പറയുന്നത്? ഡിയർ, വി കൻ സ്റ്റാർട്ട് ദ ഷോപ്പ് സൂൺ ആഫ്റ്റർ ഗെറ്റിംഗ് ദ ബിൽഡിംഗ് നമ്പർ ഫ്രം ദ പഞ്ചായത്ത്. മോളെ, പഞ്ചായത്തിൽ നിന്നും നമ്മൾക്ക് കെട്ടിട നമ്പർ കിട്ടിയാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് കട തുടങ്ങാം. ഹാവൻ യു സീൻ ദ കാർഡ് ഓൺ വിച്ച് യുവർ ഹൗസ് നമ്പർ ഈസ് റിട്ടൺ? നിങ്ങളുടെ വീടിന്റെ നമ്പർ രേഖപ്പെടുത്തിയ കാർഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ? വാട്ട് ആർ ദ ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ് കാർഡ്? എന്തെല്ലാം കാര്യങ്ങൾ ഈ കാർഡിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും? കാർഡ് കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ അത് മുതിർന്നവരോട് ചോദിച്ച് പരിശോധിക്കുമല്ലോ. ഇവിടെ നൽകിയിരിക്കുന്ന കാർഡുകൾ കൂട്ടുകാർ നിരീക്ഷിച്ചല്ലോ. എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഹൗസ് നമ്പർ, വീട്ടു നമ്പർ ഉണ്ട്. വാർഡ് നമ്പർ ഉണ്ട്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് ഗ്രാമപഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ഓർ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതെല്ലാമാണ്? ഗ്രാമപഞ്ചായത്താണോ, നഗരസഭയാണോ, മുനിസിപ്പൽ കോർപ്പറേഷൻ ആണോ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയോ ടാക്സ് പീരീഡ്, നികുതി കാലയളവ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അതിൽ വർഷം അടയാളപ്പെടുത്തിയത് കാണുന്നില്ലേ? അതാണ് നികുതി കാലയളവ്. പിന്നെയോ ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ഇൻ സം കാർഡ്സ്, ചില കാർഡുകളിൽ കെട്ടിടത്തിന്റെ തരം ഏതാണെന്ന് അടയാളപ്പെടുത്തിയിരിക്കും. എങ്ങനെയാണ്? റെസിഡൻഷ്യൽ, താമസത്തിനാണോ, കൊമേഴ്ഷ്യൽ, വ്യാപാരത്തിനാണോ എന്ന്. പിന്നെയോ നെയിം ഓർ ലോഗോ ഓഫ് ദ പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ലോഗോ അല്ലെങ്കിൽ പേര് എന്നിവ അടയാളപ്പെടുത്തിയിരിക്കും. ഇനി മൈ പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ ഓർ മുനിസിപ്പൽ കോർപ്പറേഷൻ, എന്റെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, അതായത് നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കൂട്ടുകാരുടെ പഞ്ചായത്ത് ഏതാണോ അത് അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭയിലാണോ കൂട്ടുകാർ താമസിക്കുന്നത്, ആ നഗരസഭയുടെ പേര് അവിടെ എഴുതി ചേർക്കുകയാണ് വേണ്ടത്. ഇനി അതുമല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് കൂട്ടുകാർ താമസിക്കുന്നതെങ്കിൽ ആ കോർപ്പറേഷന്റെ പേര് അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ്, മൈ വാർഡ് നമ്പർ. കൂട്ടുകാരുടെ വാർഡ് നമ്പർ ഏതാണ്? കൂട്ടുകാരുടെ വീട്ടിലുള്ള ആ കാർഡിൽ നോക്കി കൂട്ടുകാരുടെ വാർഡ് നമ്പർ ഏതാണെന്ന് അവിടെ പൂരിപ്പിച്ചാൽ മതി. ഇനി മൈ ഹൗസ് നമ്പർ, എന്റെ വീട്ടു നമ്പർ. കാർഡിൽ കൂട്ടുകാരുടെ വീടിന്റെ നമ്പർ കാണുന്നില്ലേ? അതാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി കളക്ട് ഇൻഫർമേഷൻ ഫ്രം സിമിലർ കാർഡ് ഓഫ് യുവർ ഫ്രണ്ട്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുടെ വിവരങ്ങൾ ശേഖരിച്ച് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ ഓരോ കൂട്ടുകാരുടെയും പേരുകൾ എഴുതണം. പിന്നെയോ ഓരോ കൂട്ടുകാരുടെയും വാർഡ് നമ്പർ അടുത്ത കോളത്തിൽ എഴുതണം. പിന്നെയോ ഹൗസ് നമ്പർ, കെട്ടിട നമ്പർ അടുത്ത കോളത്തിൽ എഴുതണം. പിന്നെയോ അടുത്ത കോളത്തിൽ അവർ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് താമസിക്കുന്നത് എന്നും എഴുതി ചേർക്കണം. ഇനി ഫൈൻഡ് ഔട്ട് ഡീറ്റെയിൽസ് ലൈക്ക് ദിസ് റിലേറ്റഡ് ടു യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിന്റെ വിവരങ്ങളും കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ഓർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇൻ വിച്ച് മൈ സ്കൂൾ ഈസ് ലൊക്കേറ്റഡ്. എൻ്റെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണെന്ന് അവിടെ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇനിയോ വാർഡ് ഇൻ വിച്ച് ദ സ്കൂൾ ഈസ് ലൊക്കേറ്റഡ്. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡ് ഏതാണെന്ന് അവിടെ എഴുതി ചേർക്കണം. പിന്നെയോ സ്കൂൾ ബിൽഡിംഗ് നമ്പർ, സ്കൂളിൻ്റെ കെട്ടിട നമ്പർ ഏതാണെന്നും അവിടെ എഴുതി ചേർക്കണം. ഇത് കൂട്ടുകാർ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കി അവിടെ എഴുതി ചേർക്കുമല്ലോ.
All buildings in a ward have building number. ഒരു വാർഡിലെ എല്ലാ കെട്ടിടങ്ങൾക്കും കെട്ടിട നമ്പറുകൾ ഉണ്ട്. From where did you get the numbers to buildings and houses? കെട്ടിടങ്ങൾക്കും വീടുകൾക്കും നമ്പർ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? Local government bodies, that is municipality or corporation or panchayat etc. assign the numbers. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് തുടങ്ങിയ പ്രാദേശിക ഭരണകൂടങ്ങളാണ് നമ്പർ നൽകുന്നത്. വിച്ച് ഫുൾഫിൽസ് ദ കോമൺ നീഡ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ എ ലൊക്കാലിറ്റി ആൻഡ് ഡിസൈഡ്സ് ഓൺ ഫ്യൂച്ചർ ആക്ഷൻസ്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും ക്ഷേമ പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതുമായ സ്ഥാപനം ഏതാണ്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. വിച്ച് സെൽഫ് ഗവൺമെൻറ് ബോഡി കൺട്രോൾസ് ദ ആക്ടിവിറ്റീസ് ഇൻ എ വില്ലേജ്? ഗ്രാമങ്ങളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? ഗ്രാമപഞ്ചായത്താണ്. വിച്ച് അതോറിറ്റി മാനേജസ് ദീസ് ആക്ടിവിറ്റീസ് ഇൻ സിറ്റീസ്? നഗരങ്ങളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? മുനിസിപ്പാലിറ്റിയാണ്. The local self-government is responsible for fulfilling the common needs of the citizens and deciding on future actions. The local self-government in villages is the Grama Panchayat. In towns, they are known as municipality. In cities, which more population than towns, it is known as municipal corporation. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും ഭാവി പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതും അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഗ്രാമങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഗ്രാമപഞ്ചായത്ത്. പട്ടണങ്ങളിൽ ഇത് മുനിസിപ്പാലിറ്റി എന്ന് അറിയപ്പെടുന്നു. പട്ടണങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഇത് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് അറിയപ്പെടുന്നു. ലെറ്റ് us learn the title given for the administrative head of local self-governments. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും ഭരണ ചുമതല ആർക്കാണെന്ന് മനസ്സിലാക്കാം. പഞ്ചായത്തിന്റെ ടൈറ്റിൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്, ഭരണ തലവൻ ആരാണ്? പ്രസിഡന്റ് ആണ്. പിന്നെയോ മുനിസിപ്പാലിറ്റിയുടെ ഭരണ തലവൻ ആരാണ്? ചെയർപേഴ്സൺ ആണ്. ഇനി കോർപ്പറേഷന്റെ ഭരണ തലവൻ ആരാണ്? മേയറാണ്. ഇനി ഫൈൻഡ് ഔട്ട് ദ നെയിം ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് യുവർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഭരണ തലവന്റെ പേര് കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ വില്ലേജ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ തലവൻ ആരാണ്? അതാണ് അവിടെ എഴുതി ചേർക്കേണ്ടത്. ഇനി മുനിസിപ്പാലിറ്റിയിലെ ഭരണ തലവൻ ആരാണ്? അതാണ് അവിടെ എഴുതി ചേർക്കേണ്ടത്. അതേപോലെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഭരണ തലവൻ ആരാണ്? അതാണ് കൂട്ടുകാർ മൂന്നാമത്തെ കോളത്തിൽ എഴുതി ചേർക്കേണ്ടത്. ഗവേണൻസ് ഓഫ് പഞ്ചായത്സ്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻസ് ആർ ഡൺ ബൈ ദോസ് ഹു ആർ എലക്റ്റഡ് ഫ്രം ഡിഫറെന്റ് വാർഡ്സ് ത്രൂ ഇലക്ഷൻ. വാർഡുകളിൽ നിന്ന് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവയുടെ ഭരണം നിർവഹിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് റിലേറ്റഡ് ടു ഇലക്ഷൻ. Write what each picture represents. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഓരോ ചിത്രവും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് എഴുതി നോക്കൂ. ഒന്നാമത്തെ ചിത്രത്തിൽ കൂട്ടുകാർ എന്താണ് കാണുന്നത്? വോട്ട് ചെയ്യാൻ വേണ്ടി വരി നിൽക്കുന്ന ആളുകളെയാണ് അല്ലേ? എ പോളിംഗ് സ്റ്റേഷൻ ഡ്യൂറിംഗ് ആൻ ഇലക്ഷൻ. പീപ്പിൾ സ്റ്റാൻഡിംഗ് ഇൻ എ ക്യൂ ടു കാസ്റ്റ് ദെയർ വോട്ട്സ്. ഒരു തെരഞ്ഞെടുപ്പ് കേന്ദ്രമാണ് അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷനാണ് ചിത്രത്തിൽ കാണുന്നത്. ആളുകൾ വോട്ട് ചെയ്യാൻ വരിയിൽ നിൽക്കുന്നതാണ് അല്ലേ? ഇനി അടുത്ത ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, ദ ഡിവൈസ് യൂസ്ഡ് ഫോർ വോട്ടിംഗ് ഇൻ എലക്ഷൻസ്. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. ഇനി നെക്സ്റ്റ് ഗ്രാമസഭ ഓർ വാർഡ് സഭ. താഴെ നോക്കൂ, എന്താണ് കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്? ഒരു ഗ്രാമസഭയുടെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്രാമസഭയിൽ നിന്ന് ആളുകൾ എന്തെല്ലാമാണ് പറയുന്നത്? വി ഷുഡ് എസ്റ്റാബ്ലിഷ് എ ഫിറ്റ്നസ് സെന്റർ ഫോർ ഹെൽത്ത് കെയർ. ആരോഗ്യ സംരക്ഷണത്തിനായി ഒരു ഫിറ്റ്നസ് സെന്റർ സ്ഥാപിക്കണമെന്നാണ് ഒരാൾ പറയുന്നത്. ഇനി അടുത്തയാൾ എന്താണ് പറയുന്നത്? Sir, in our school there are students who need wheelchair. It should be provided. Sir, ഞങ്ങളുടെ സ്കൂളിൽ വീൽ ചെയർ ആവശ്യമുള്ള കുട്ടികളുണ്ട്, അവ ലഭ്യമാക്കണമെന്നാണ് ഒരു ടീച്ചർ പറയുന്നത് അല്ലേ? ഇനി അടുത്തയാൾ എന്താണ് പറയുന്നത്? ക്ലീൻ ദ പോണ്ട് ഇൻ അവർ വാർഡ് ആൻഡ് മേക്ക് ഇറ്റ് യൂസബിൾ ഫോർ സ്വിമ്മിംഗ് ക്ലാസ്സസ്. വാർഡിലെ കുളം വൃത്തിയാക്കി നീന്തൽ പരിശീലനത്തിന് ഉപയോഗപ്രദമാക്കണമെന്നാണ് മറ്റൊരാൾ പറയുന്നത്. ഡു യുവർ ഫാമിലി മെമ്പേഴ്സ് അറ്റൻഡ് ദ ഗ്രാമസഭ മീറ്റിംഗ്സ്?
ask the elders and find out what topics are usually discussed there. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഗ്രാമസഭയിൽ പങ്കെടുക്കാറില്ലേ? അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്ന് മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കൂ. ഗ്രാമസഭയിൽ പൊതുവായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ലോക്കൽ ഡെവലപ്മെന്റ് വർക്ക്സ്, ദാറ്റ് ഈസ് റോഡ്സ്, ഡ്രെയിനേജ്, സ്ട്രീറ്റ് ലൈറ്റ്സ്. ഗ്രാമവികസന പ്രവർത്തനങ്ങൾ, അതായത് റോഡുകൾ, ഡ്രെയിനേജ്, തെരുവ് വിളക്കുകൾ. ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ, കുടിവെള്ള വിതരണം, ശുചിത്വം. ഹൗസിംഗ് സ്കീംസ് ആൻഡ് ബെനിഫിഷ്യറി സെലക്ഷൻ, ഭവന പദ്ധതികളും ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പും. ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് അംഗൻവാടി സർവീസസ്, ആരോഗ്യവും വിദ്യാഭ്യാസവും അങ്കണവാടി സേവനങ്ങളും. പോവർട്ടി അലിവേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് സ്കീംസ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തൊഴിലവസര പദ്ധതികളും. അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ ഇഷ്യൂസ്, കൃഷിയും ജലസേചന പ്രശ്നങ്ങളും. സോഷ്യൽ വെൽഫെയർ സ്കീംസ്, ദാറ്റ് ഈസ് പെൻഷൻസ്, റേഷൻ കാർഡ്സ് എക്സെട്ര. പെൻഷൻ, റേഷൻ കാർഡ് മുതലായ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ. ഇഷ്യൂസ് റിലേറ്റഡ് ടു വുമൻ, ചിൽഡ്രൻ, എൽഡർലി ആൻഡ് ഡിസേബിൾഡ് പേഴ്സൺസ്, സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്, പരിസ്ഥിതി സംരക്ഷണവും മാലിന്യ നിയന്ത്രണവും. വില്ലേജ് പ്രോബ്ലംസ് ആൻഡ് ഫ്യൂച്ചർ ആക്ഷൻ പ്ലാൻസ്, ഗ്രാമത്തിലെ പ്രശ്നങ്ങളും ഭാവി പ്രവർത്തന പദ്ധതികളും. ദ ഗ്രാമസഭ is a people's collective conducted in each ward of a panchayat to discuss about the needs of the people and the various projects implemented in the area. In cities, this is known as Ward Sabha. Every voter in the ward is a member of both the Grama Sabha and Ward Sabha. ഒരു വാർഡിന്റെ പരിധിയിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രദേശത്തിന്റെ പൊതുവായ ആവശ്യങ്ങളും ചർച്ച ചെയ്യുന്ന ജനകീയ കൂട്ടായ്മയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്ന് അറിയപ്പെടുന്നു. ഗ്രാമസഭയിലും വാർഡ് സഭയിലും വാർഡിലെ എല്ലാ വോട്ടർമാരും അംഗങ്ങളാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എവറി വോട്ടർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്രാമസഭ ഓർ വാർഡ് സഭ. ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ പങ്കെടുക്കേണ്ടത് എല്ലാ വോട്ടർമാരുടെയും കടമയാണ്. നെക്സ്റ്റ്, ഹിസ്റ്ററി മ്യൂസിയം, ചരിത്ര മ്യൂസിയം. ഗ്രൗണ്ടിൽ നിൽക്കുന്ന കുട്ടി എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈസ് എ ലിഫ്റ്റ് നീഡഡ് ഹിയർ? 2 നിലകളുള്ള മ്യൂസിയത്തിന്റെ കെട്ടിടത്തിൽ ലിഫ്റ്റ് കണ്ട കുട്ടി എന്താണ് ചിന്തിക്കുന്നത്? ഇവിടെ ഒരു ലിഫ്റ്റിന്റെ ആവശ്യമുണ്ടോ എന്നാണ്, അല്ലേ? ഡസ് എ 2-floored ബിൽഡിംഗ് റിക്വയർ എ ലിഫ്റ്റ് സർവീസ്? 2 നിലകൾ മാത്രമുള്ള ഈ കെട്ടിടത്തിൽ ലിഫ്റ്റിന്റെ ആവശ്യമുണ്ടോ? യെസ്, ഉണ്ട്, അല്ലേ? കാരണം എന്താണ്? എ ലിഫ്റ്റ് ഈസ് റിക്വയർഡ് സോ ദാറ്റ് എൽഡർലി people with disabilities, pregnant women and others who have difficulty using stairs can access all floors easily. വയോധികർക്കും, അതായത് വൃദ്ധന്മാർക്കും, ഭിന്നശേഷിയുള്ളവർക്കും, ഗർഭിണികൾക്കും, പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും എല്ലാ നിലകളിലും എളുപ്പത്തിൽ എത്താൻ ലിഫ്റ്റ് ആവശ്യമാണ്. കൂട്ടുകാർ, ചിത്രത്തിൽ നോക്കൂ, ഒരാളെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ടു പോകുന്നത്. അവർക്ക് കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലെത്താൻ ലിഫ്റ്റ് ആവശ്യമായി വരില്ലേ? Shouldn't everyone get the opportunity for viewing the exhibits in the history museum? ചരിത്ര മ്യൂസിയത്തിലെ പ്രദർശനങ്ങൾ കാണാൻ എല്ലാവർക്കും അവസരം ലഭ്യമാക്കേണ്ടതില്ലേ? യെസ്, അതെ, അല്ലേ? Everyone has the right to view and enjoy the exhibits in a history museum without any barriers. എല്ലാവർക്കും ചരിത്ര മ്യൂസിയത്തിലെ പ്രദർശനങ്ങൾ കാണാനും ആസ്വദിക്കാനും അവകാശമുണ്ട്. What if there are some people who can't climb up the stairs? പടികൾ കയറാൻ പറ്റാത്തവരായി ചിലർ ഉണ്ടാവില്ലേ? The lift here is for such people. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇവിടെ ലിഫ്റ്റ്. Have you noticed such facilities in public places? പൊതുസ്ഥലങ്ങളിലെ ഇതുപോലുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? All public places should provide facilities like lifts and ramps so that they are differently abled friendly and accessible to all. എല്ലാ പൊതുസ്ഥലങ്ങളിലും ലിഫ്റ്റുകളും റാമ്പുകളും പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അങ്ങനെ അവ ഭിന്നശേഷി സൗഹൃദവും എല്ലാവർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമായിരിക്കണം. Facilities such as lift, ramp and rail and special washrooms are needed in all schools and public places so that all differently abled individuals are provided with equal opportunities. ഭിന്നശേഷിയുള്ളവർക്ക് തുല്യ അവസരം ലഭിക്കാൻ ലിഫ്റ്റ്, റാമ്പ് ആൻഡ് റെയിൽ, പ്രത്യേക ശുചിമുറി തുടങ്ങിയ സൗകര്യങ്ങൾ സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും ആവശ്യമാണ്. Haven't you noticed the history museum near the panchayat office?
പഞ്ചായത്ത് കാര്യാലയത്തിനടുത്തുള്ള ചരിത്ര മ്യൂസിയം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. വാട്ട് ക്യാൻ വി സീ ഇൻ എ ഹിസ്റ്ററി മ്യൂസിയം? ഒരു ചരിത്ര മ്യൂസിയത്തിൽ എന്തെല്ലാമാണ് കാണാൻ കഴിയുന്നത്? എന്തെല്ലാമാണ് നമ്മൾക്കൊന്ന് എഴുതി നോക്കാം. ട്രഡീഷണൽ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പഴയകാല വീട്ടുപകരണങ്ങളും സംഗീത ഉപകരണങ്ങളും. ഓർണമെന്റ്സ് ആൻഡ് ക്ലോത്ത്സ് യൂസ്ഡ് ഇൻ ഏർലിയർ ടൈംസ്, പണ്ട് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും. കോയിൻസ് ആൻഡ് വെപ്പൺസ് ഓഫ് ഏർലിയർ ടൈംസ്, പണ്ടത്തെ നാണയങ്ങളും ആയുധങ്ങളും. പിക്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്ട്രഗിൾസ്, സമര ചരിത്രങ്ങളുടെ ചിത്രങ്ങളും വിവരങ്ങളും. സീൽസ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ്, മുദ്രകൾ, ശിലാലിഖിതങ്ങൾ. സ്റ്റാച്യൂസ് ആൻഡ് സ്കൾപ്ചേഴ്സ്, പ്രതിമകളും ശില്പങ്ങളും. മൻസ്ക്രിപ്റ്റ്സ്, പാം ലീഫ് റെക്കോർഡ്സ് ആൻഡ് ഓൾഡ് ബുക്സ്, ഹസ്തപ്രതികൾ, താളിയോല രേഖകൾ, പഴയ പുസ്തകങ്ങൾ. പെയിന്റിംഗ്സ് ആൻഡ് മാപ്സ്, ചിത്രങ്ങൾ, ഭൂപടങ്ങൾ. മോഡൽസ് ഓഫ് ആൻഷ്യന്റ് ബിൽഡിംഗ്സ് ആൻഡ് സിവിലൈസേഷൻസ്, പുരാതന കെട്ടിടങ്ങളുടെയും നാഗരികതകളുടെയും മാതൃകകൾ. ഫോസിൽസ് ആൻഡ് റിമെയിൻസ് ഫ്രം ഏർലി ഹ്യൂമൻ ലൈഫ്, ആദ്യകാല മനുഷ്യ ജീവിതത്തിന്റെ ഫോസിലുകളും അവശിഷ്ടങ്ങളും. സച്ച് മ്യൂസിയംസ് ഹെൽപ്പ് us to understand the history of a place. ഒരു നാടിന്റെ ചരിത്രം മനസ്സിലാക്കുന്നതിന് ഇതുപോലുള്ള മ്യൂസിയങ്ങൾ സഹായിക്കുന്നു. ഒബ്സർവ് ദ പിക്ചർ. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. ദ പിക്ചർ ഈസ് റിലേറ്റഡ് ടു സാൾട്ട് സത്യാഗ്രഹ സ്ട്രഗിൾ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ അവർ കൺട്രി എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ രാജ്യത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെനി പീപ്പിൾ സഫേർഡ് അണ്ടർ ദ ക്രൂവൽ അറ്റാക്സ് ഓഫ് ദ ബ്രിട്ടീഷ് ആൻഡ് മെനി ലോസ് ദെയർ ലൈവ്സ് വൈൽ ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി നിരവധി ആളുകൾക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. യു മേ റിമെമ്പർ വാട്ട് വി ലേൺഡ് ഏർലിയർ. ഇക്കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചത് ഓർക്കുമല്ലോ. ഹാവ് സച്ച് ഇൻസിഡൻസ് ഹാപ്പൻഡ് ഇൻ യുവർ പ്ലേസ്? ഡിസ്കസ് വിത്ത് എൽഡേഴ്സ് ആൻഡ് കളക്ട് ഇൻഫർമേഷൻ. നിങ്ങളുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മുതിർന്നവരോട് ചോദിച്ചറിയൂ. സിമിലർ ഇൻസിഡൻസ് ഹാപ്പൻഡ് ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ, ഇൻക്ലൂഡിംഗ് വില്ലേജസ് ആൻഡ് ടൗൺസ്. People participated in protests, boycotts, strikes and marches. Some were jailed, some were injured, and many made sacrifices for the country's freedom. ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ജനങ്ങൾ സമരങ്ങളിലും പണിമുടക്കുകളിലും പ്രക്ഷോഭങ്ങളിലും പങ്കെടുത്തു. ചിലർ ജയിലിലായി, ചിലർക്ക് പരിക്കേറ്റു. പലരും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ത്യാഗം ചെയ്തു. കൂട്ടുകാരുടെ നാട്ടിൽ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുമല്ലോ. ഡോണ്ട് യു റിമെമ്പർ ദ കോവിഡ് പാൻഡമിക് ആൻഡ് ലോക്ക്ഡൌൺ പീരിയഡ് ഡ്യൂറിംഗ് വിച്ച് വില്ലേജസ് ആൻഡ് സിറ്റീസ് വർ ഷട്ട് ഡൗൺ? കോവിഡ് കാലഘട്ടവും ലോക്ക്ഡൌൺ സമയവും നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ സമയത്ത് നാടും നഗരവും അടച്ചിട്ടിരുന്നത് ഓർമ്മയില്ലേ? ചിത്രത്തിൽ കാണുന്ന കുട്ടി എന്താണ് പറയുന്നത്? ഓ, ഐ കാൺറ്റ് ഗോ ടു സ്കൂൾ ബിക്കോസ് ഓഫ് ദിസ് കോവിഡ്. ഹോ, ഈ കോവിഡ് കാരണം സ്കൂളിൽ പോകാനും കഴിയുന്നില്ല. നമ്മൾക്കറിയാം, കോവിഡ് കാലത്ത് നമ്മൾ ഒരിടത്തേക്കും പോയിരുന്നില്ല. വീടുകളിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു അല്ലേ? അത്യാവശ്യമായി പുറത്തു പോകേണ്ടവർ മാസ്ക് ധരിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ചും വളരെ ജാഗ്രതയോടെ ആയിരുന്നു പുറത്ത് പോയിരുന്നത്. Were there such pandemics in the past? ഇത്തരം രോഗങ്ങൾ പണ്ടുമുണ്ടായിരുന്നു. Pandemics like COVID have occurred in the past also. Many people have died due to cholera, plague and smallpox. കോവിഡ് പോലുള്ള മഹാമാരികൾ പണ്ടുകാലത്തും ഉണ്ടായിട്ടുണ്ട്. കോളറ, പ്ലാഗ്, വസൂരി എന്നിവ ബാധിച്ച് ധാരാളം പേർ മരണമടഞ്ഞിട്ടുണ്ട്. Such pandemics, struggles, inventions as well as the disasters and changes that happened in a place over the time make the history of that place. ഇതുപോലെയുള്ള മഹാമാരികളും സമരങ്ങളും കണ്ടുപിടുത്തങ്ങളും നാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തങ്ങളും മാറ്റങ്ങളുമൊക്കെ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. Collect data regarding the history of your place by discussing with elders. Prepare a note and present it in the class. നിങ്ങളുടെ നാടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുതിർന്നവരോട് ചോദിച്ചും വിവരശേഖരണം നടത്തിയും കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. കൂട്ടുകാരുടെ നാടിന്റെ ചരിത്രം മുതിർന്നവരോട് ചോദിച്ച് വിവരശേഖരണം നടത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുമല്ലോ. യു ക്യാൻ ഓൾസോ കളക്ട്. നിങ്ങൾക്കും ശേഖരിക്കാം. എന്തെല്ലാം ശേഖരിക്കാം? യു ക്യാൻ ഓൾസോ മേക്ക് എ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പിക്ചേഴ്സ് റിലേറ്റഡ് ടു ഹിസ്റ്ററി. ചരിത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ചിത്രങ്ങളും നിങ്ങൾക്കും ശേഖരിച്ചു വെക്കാം. വാട്ട് ആർ ദ തിങ്സ് യു ക്യാൻ കളക്ട്? എന്തെല്ലാം ശേഖരിക്കാം? കോയിൻസ് ഓഫ് ഏർലിയർ ടൈംസ്, പഴയകാല നാണയങ്ങൾ ശേഖരിക്കാം. ഓൾഡ് ഫോട്ടോഗ്രാഫ്സ്, പഴയ ഫോട്ടോകൾ ശേഖരിക്കാം.
ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ആൻഡ് റെക്കോർഡ്സ്. ചരിത്രരേഖകളും രേഖാപുസ്തകങ്ങളും ശേഖരിക്കാം. മൻസ്ക്രിപ്റ്റ്സ് ആൻഡ് പാം ലീഫ് റെക്കോർഡ്സ്. കൈയെഴുത്ത് ലിപികളും ഓലക്കുറിപ്പുകളും ശേഖരിക്കാം. ഓൾഡ് ലെറ്റേഴ്സ് ആൻഡ് ഡയറീസ്. പഴയ കത്തുകളും ഡയറികളും ശേഖരിക്കാം. മാപ്സ് ഓഫ് ഏർലിയർ പീരീഡ്സ്. പഴയകാല ഭൂപടങ്ങൾ ശേഖരിക്കാം. ടൂൾസ് ആൻഡ് യൂട്ടൻസിൽസ് യൂസ്ഡ് ഇൻ ദ പാസ്റ്റ്. മുൻകാലങ്ങളിൽ ഉപയോഗിച്ച ഉപകരണങ്ങളും പാത്രങ്ങളും ശേഖരിക്കാം. ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ്. പഴയ പത്രങ്ങളും മാസികകളും ശേഖരിക്കാം. പിക്ചേഴ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആൻഡ് മോണ്യുമെന്റ്സ്. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെയും സ്മാരകങ്ങളുടെയും ചിത്രങ്ങൾ ശേഖരിക്കാം. ആൻഷ്യന്റ് ഓർണമെന്റ്സ് ആൻഡ് ജ്വല്ലറി. പുരാതന ആഭരണങ്ങൾ ശേഖരിക്കാം. ഓൾഡ് ക്ലോത്ത്സ്. പഴയ വസ്ത്രങ്ങൾ ശേഖരിക്കാം. റെക്കോർഡ്സ് റിലേറ്റഡ് ടു ടെമ്പിൾസ്, ചർച്ചസ് ആൻഡ് മോസ്ക്സ്. ക്ഷേത്രങ്ങൾ, പള്ളികൾ, മസ്ജിദുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കാം. സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്. ശിലാലിഖിതങ്ങൾ അല്ലെങ്കിൽ കല്ലെഴുത്തുകൾ ശേഖരിക്കാം. കോപ്പർ പ്ലേറ്റ്സ്. ചെമ്പ് താളുകൾ ശേഖരിക്കാം. ഓൾഡ് സീൽസ് ആൻഡ് സീൽ സ്റ്റോൺസ്. പഴയ മുദ്രകളും മുദ്രക്കല്ലുകളും ശേഖരിക്കാം. ട്രഡീഷണൽ അഗ്രികൾച്ചറൽ ടൂൾസ്. കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന പഴയ ഉപകരണങ്ങൾ ശേഖരിക്കാം. ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ കിങ്സ് ഓർ റൂളേഴ്സ്. രാജാക്കന്മാരുടെയോ ഭരണാധികാരികളുടെയോ ഉത്തരവുകൾ ശേഖരിക്കാം. ഡോക്യുമെന്റ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് റിലേറ്റഡ് ടു ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രേഖകളും ചിത്രങ്ങളും ശേഖരിക്കാം. സ്കൾപ്ചേഴ്സ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ആൻഡ് മെറ്റൽ. കല്ലിലും ലോഹത്തിലും നിർമ്മിച്ച ശില്പങ്ങൾ ശേഖരിക്കാം. സ്റ്റാച്യൂസ് ഓഫ് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ്. ചരിത്ര പ്രസിദ്ധരായ വ്യക്തികളുടെ പ്രതിമകൾ ശേഖരിക്കാം. ആൻഷ്യന്റ് വർക്ക്സ് ഓഫ് ആർട്ട്. പുരാതന കലാ സൃഷ്ടികൾ ശേഖരിക്കാം. സ്കൾപ്ചർ മോഡൽസ് ഫ്രം ഡിഫറെന്റ് പീരിയഡ്സ്. വിവിധ കാലഘട്ടങ്ങളിലെ ശില്പകലാ മാതൃകകൾ ശേഖരിക്കാം. സെറ്റ് അപ്പ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ ദ സ്കൂൾ ഇൻക്ലൂഡിംഗ് യുവർ കളക്ഷൻസ്. നിങ്ങൾ ശേഖരിച്ച ശേഖരങ്ങൾ ഉൾപ്പെടുത്തി വിദ്യാലയത്തിൽ ഒരു ചരിത്ര മ്യൂസിയം ഒരുക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ലെറ്റ്സ് അസസ്. വിലയിരുത്താം എന്ന ഭാഗത്തെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് വെദർ ദ ഫോളോയിങ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ വിദ്യാലയത്തിൽ താഴെ പറയുന്ന സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തി എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. സ്കൂൾ ഫെസിലിറ്റീസ് എന്തെല്ലാമാണ് ഇവിടെ സ്കൂളിന്റെ സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നത്? സ്ട്രോങ് ആൻഡ് സെക്യൂർ ബിൽഡിംഗ്. അടച്ചുറപ്പുള്ള കെട്ടിടം ഉണ്ടോ? ഗുഡ് കിച്ചൺ. നല്ല പാചകപ്പുരയുണ്ടോ? ഡ്രിങ്കിംഗ് വാട്ടർ ഫെസിലിറ്റി. കുടിവെള്ള സൗകര്യമുണ്ടോ? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. വാഹന സൗകര്യമുണ്ടോ? പ്ലേ എക്യുപ്മെന്റ്സ്. കളി ഉപകരണങ്ങളുണ്ടോ? കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് എന്നിവയുണ്ടോ? CCTV ആൻഡ് സ്മാർട്ട് ക്ലാസ് റൂം. CCTVയും സ്മാർട്ട് ക്ലാസ് മുറികളുമുണ്ടോ? ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് ഓർ ലഞ്ച്. പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണമോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണമോ ഉണ്ടോ? ബയോഡൈവേഴ്സിറ്റി പാർക്ക്. ജൈവ വൈവിധ്യ ഉദ്യാനമുണ്ടോ? ലൈബ്രറി ഉണ്ടോ? ലാബ് ഉണ്ടോ? പ്ലേ ഗ്രൗണ്ട്. കളിസ്ഥലമുണ്ടോ? എൻവയോൺമെന്റൽ സയൻസ് കോർണർ. പരിസര മൂലയുണ്ടോ? മാത്തമാറ്റിക്സ് കോർണർ. ഗണിത മൂലയുണ്ടോ? ഇതിലേക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കൂട്ടിച്ചേർത്ത് പട്ടിക പൂർത്തിയാക്കുമല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, put a tick mark in the right statement given below. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച ഉചിതമായതിന് നേരെ ശരി അടയാളം ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? മൈ സ്കൂൾ ഹാസ് ഇനഫ് പ്ലേ എക്യുപ്മെന്റ്സ്. എന്റെ വിദ്യാലയത്തിൽ ആവശ്യത്തിന് കളി ഉപകരണങ്ങൾ ഉണ്ട്. യെസ് എങ്കിൽ ടിക്ക് മാർക്ക് ഇടാം, നോ എങ്കിൽ ക്രോസ് മാർക്ക് ഇടാം. ഇനി മൈ സ്കൂൾ ഹാസ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ഫെസിലിറ്റി. എന്റെ വിദ്യാലയത്തിൽ ജലം ശുദ്ധീകരിക്കുന്ന സംവിധാനമുണ്ട്. യെസ് എങ്കിൽ ടിക്ക് മാർക്ക് ഇടാം, നോ എങ്കിൽ ക്രോസ് മാർക്ക് ഇടാം. We make the use of biodiversity park in our school for doing experiments and observations. പരീക്ഷണത്തിനും നിരീക്ഷണത്തിനുമായി സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം ഞങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. യെസ് എങ്കിൽ ടിക്ക് മാർക്ക് ഇടാം, നോ എങ്കിൽ ക്രോസ് മാർക്ക് ഇടാം. The local self-government has the power to impose fine on people who pollute rivers and ponds. ജലാശയങ്ങൾ മലിനമാക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കാൻ പ്രാദേശിക സർക്കാരിന് അധികാരമുണ്ട്. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ? In the past, birds were used for sending messages. പണ്ടുകാലത്ത് വാർത്ത അറിയിക്കാൻ പക്ഷികളെ ഉപയോഗിച്ചിരുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ? With the invention of motor pumps, it became easier to transport water from one place to another. മോട്ടോർ പമ്പ് കണ്ടുപിടിച്ചതോടെ വെള്ളം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്ന ജോലി എളുപ്പമായി. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ? In the past,
fewer people died from contagious diseases. പണ്ടുകാലത്ത് പകർച്ചവ്യാധികൾ മൂലമുള്ള മരണം കുറവായിരുന്നു. ശരിയാണോ തെറ്റാണോ? തെറ്റാണ് അല്ലേ. പണ്ടുകാലത്ത് പകർച്ചവ്യാധികൾ മൂലമുള്ള മരണം കൂടുതലായിരുന്നു അല്ലേ. ഇൻവെൻഷൻ ഓഫ് ന്യൂ ഡിവൈസസ് ആൻഡ് മെഷീൻസ് ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് ന്യൂ ടൈപ്സ് ഓഫ് ജോബ്സ്. പുതിയ ഉപകരണങ്ങളും യന്ത്രങ്ങളും കണ്ടുപിടിച്ചതിന്റെ ഫലമായി പുതിയ തരം ജോലികൾ ഉണ്ടായി. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. There are different processes and steps in the preparation of food of us. Complete the concept map given below. വിവിധ ജോലികൾ പല ഘട്ടങ്ങളിലായി പൂർത്തിയാക്കിയാണല്ലോ നമ്മുടെ ഭക്ഷണം തയ്യാറാക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ് നൽകിയിരിക്കുന്നത്? റൈസ്, അരിയുടെ ഫാമിംഗ്, കൃഷി എങ്ങനെയാണ്? പ്ലോയിങ് ദ ഫീൽഡ്, നിലമൊരുക്കൽ. സോയിങ്, വിത്ത് വിതയ്ക്കൽ. ഹാർവെസ്റ്റിംഗ്, കൊയ്ത്ത്. ത്രഷിംഗ്, മെതിയൽ. വിനോയിങ്, വാറ്റൽ. ഇനി ട്രാൻസ്പോർട്ട്, അരിയുടെ ഗതാഗതം എങ്ങനെയെല്ലാമാണ്? പാഡി ഗ്രീൻസ് ടു ദ മിൽ, നെല്ല് മില്ലിലേക്ക് കൊണ്ടുപോകുന്നു. റൈസ് ടു ദ ഷോപ്സ്, അരി കടയിലേക്ക് കൊണ്ടുപോകുന്നു. റൈസ് ടു ഹോം, അരി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. റൈസ് ടു കിച്ചൺ, അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി കുക്കിംഗ്, അതിന്റെ പാചകം എങ്ങനെയാണ്? വാഷിംഗ് റൈസ്, അരി കഴുകുന്നു. ബോയിലിംഗ് റൈസ്, അരി വേവിക്കുന്നു. പിന്നെയോ അതിന്റെ പ്രോഡക്റ്റ് പിന്നീട് എന്താണ് നമ്മൾക്ക് ലഭിക്കുന്നത്? ബോയിൽഡ് റൈസ്, ചോറ് ലഭിക്കുന്നു അല്ലേ. നെക്സ്റ്റ് മിൽക്ക്, പാലിന്റെ കൺസെപ്റ്റ് മാപ്പ് എങ്ങനെ നമ്മൾക്ക് പൂർത്തിയാക്കാം? ഫസ്റ്റ് എന്താണ് വരുന്നത്? ഡയറി ഫാമിംഗ്, പശു വളർത്തലാണ് അല്ലേ. പശുക്കളെ വളർത്തുന്നതിന്റെ രീതി എങ്ങനെയെല്ലാമാണ്? ഗ്രാസ് കൾട്ടിവേഷൻ, തീറ്റപ്പുൽ കൃഷി ചെയ്യണം. പിന്നെയോ ടേക്കിംഗ് കെയർ ഓഫ് ദ കൗ, പശുവിനെ പരിപാലിക്കണം. ഫീഡിംഗ് ദ കൗ, തീറ്റ നൽകണം. ഗിവിംഗ് വാട്ടർ, പശുവിന് വെള്ളം നൽകണം. മിൽക്കിംഗ്, പാൽ കറക്കണം. കളക്ടിംഗ് മിൽക്ക്, പാൽ ശേഖരിക്കാം. പിന്നീട് ട്രാൻസ്പോർട്ട്, അതിന്റെ ഗതാഗതം എങ്ങനെയെല്ലാമാണ്? ടു ദ മിൽക്ക് സൊസൈറ്റി, പാൽ സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. ടു ദ ഷോപ്സ്, കടകളിലേക്ക് കൊണ്ടുപോകുന്നു. ടു ഹോംസ്, വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു. ടു കിച്ചൺ, അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി കുക്കിംഗ്, പാചകം എങ്ങനെയാണ്? ബോയിലിംഗ് മിൽക്ക്, പാൽ തിളപ്പിക്കുന്നു. തിളപ്പിച്ച പാൽ കൊണ്ട് നമ്മൾക്ക് മറ്റെന്തെല്ലാം തയ്യാറാക്കാം? മേക്കിംഗ് ടീ ഓർ കോഫി, ചായയോ കാപ്പിയോ ഉണ്ടാക്കാം. മേക്കിംഗ് പായസം, പായസം ഉണ്ടാക്കാം. മേക്കിംഗ് കേർഡ്, തൈര് ഉണ്ടാക്കാം. പാൽ തിളപ്പിക്കുമ്പോൾ നമ്മൾക്ക് അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എന്താണ് ലഭിക്കുന്നത്? മിൽക്ക്, പാലാണ് അല്ലേ. നെക്സ്റ്റ് വെജിറ്റബിൾസ്, പച്ചക്കറികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഈ കൺസെപ്റ്റ് മാപ്പ് എങ്ങനെ നമ്മൾക്ക് പൂർത്തിയാക്കാം? ഫസ്റ്റ് എന്താണ് വരുന്നത്? വെജിറ്റബിൾ ഫാമിംഗ്, പച്ചക്കറി കൃഷിയാണ് അല്ലേ. പച്ചക്കറി കൃഷി ചെയ്യുന്നതിന്റെ രീതി എങ്ങനെയാണ്? പ്ലോയിങ് ദ ഫീൽഡ്, നിലമൊരുക്കണം. സോയിങ്, വിത്തിടണം. വാട്ടറിങ്, നനയ്ക്കണം. മാനുറിങ്, വളം ഇടണം. വീഡിങ്, കള പറിക്കണം. ഹാർവെസ്റ്റിംഗ്, വിളവ് പിന്നീട് എടുക്കാം. ഇനി അതിന്റെ ട്രാൻസ്പോർട്ട്, ഗതാഗതം എങ്ങനെയെല്ലാമാണ്? ടു ദ വെജിറ്റബിൾ ഷോപ്പ്, പച്ചക്കറി കടയിലേക്ക് കൊണ്ടുപോകുന്നു. ടു ദ ഹോം, വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു. ടു ദ കിച്ചൺ, അടുക്കളയിലേക്ക് എത്തുന്നു. ഇനി അതിന്റെ കുക്കിംഗ്, പാചകം എങ്ങനെയെല്ലാമാണ്? വാഷിംഗ് വെജിറ്റബിൾസ്, പച്ചക്കറി കഴുകുന്നു. കട്ടിംഗ് വെജിറ്റബിൾസ്, പച്ചക്കറികൾ അരിയുന്നു. ആഡിംഗ് സ്പൈസസ്, മസാലകൾ ചേർക്കുന്നു. കുക്കിംഗ് ഓൺ സ്റ്റൗ, പിന്നീട് വേവിക്കുന്നു. അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എന്താണ് നമ്മൾക്ക് ലഭിക്കുന്നത്? കറീസ്, പലതരം കറികൾ നമ്മൾക്ക് ലഭിക്കുന്നു അല്ലേ. നെക്സ്റ്റ് എന്താണ്? എഗ്ഗ്, മുട്ടയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഈ കൺസെപ്റ്റ് മാപ്പ് എങ്ങനെ നമ്മൾക്ക് പൂർത്തിയാക്കാം? അതിനായി ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? പോൾട്രി ഫാമിംഗ്, കോഴി വളർത്തൽ കൃഷിയാണ് അല്ലേ. കോഴി വളർത്തൽ കൃഷിയുടെ രീതി എങ്ങനെയെല്ലാമാണ്? സെറ്റിംഗ് ഓഫ് ദ ചിക്കൻ കൂപ്പ്, കോഴിക്കൂട് ഒരുക്കണം. ഫീഡിംഗ് ദ ചിക്കൻസ്, കോഴികൾക്ക് തീറ്റ നൽകണം. വാക്സിനേഷൻ, കുത്തിവെപ്പ് നൽകണം. ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ഫാം, ഫാം ശുചീകരണം, പരിപാലനം എന്നിവ വേണം. കളക്ഷൻ ഓഫ് എഗ്സ്, മുട്ട ശേഖരിക്കാം. ഇനി അതിന്റെ ട്രാൻസ്പോർട്ട്, ഗതാഗതം എങ്ങനെയെല്ലാമാണ്? ടു ഗ്രോസറി ഷോപ്സ്, പലചരക്ക് കടകളിലേക്ക് എത്തുന്നു. ടു മാർക്കറ്റ്സ്, മാർക്കറ്റുകളിലേക്ക് എത്തുന്നു. ടു ഹൗസസ്, വീടുകളിലേക്ക് എത്തുന്നു. ടു കിച്ചൺ, അടുക്കളയിലേക്ക് എത്തുന്നു. പിന്നീട് അതിന്റെ കുക്കിംഗ്, പാചകം എങ്ങനെയെല്ലാമാണ്? ബോയിലിംഗ് ദ എഗ്സ്, മുട്ട പുഴുങ്ങുന്നു. റിമൂവിംഗ് ദ ഷെൽ, തോട് കളയുന്നു. പ്രിപ്പയറിംഗ് കറി വിത്ത് സ്പൈസസ്, മസാല ചേർത്ത് വേവിക്കുന്നു. അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എന്താണ് നമ്മൾക്ക് ലഭിക്കുന്നത്? എഗ് കറി, മുട്ടക്കറി ലഭിക്കുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ നൽകിയിരിക്കുന്ന പട്ടിക കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ്
പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൽ എന്താണ് നൽകിയിരിക്കുന്നത്? ഇൻവെൻഷൻസ്, ഡിവൈസസ്, വെഹിക്കിൾസ്, കണ്ടുപിടുത്തങ്ങളും ഉപകരണങ്ങളും വാഹനങ്ങളുടെയും പേരുകളാണ് നൽകിയിരിക്കുന്നത്. അടുത്ത കോളത്തിലോ യൂസസ്, അവയുടെ ഉപയോഗങ്ങൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കൊന്ന് എഴുതി നോക്കിയാലോ. ഫസ്റ്റ് വൺ, ട്രെയിൻ, തീവണ്ടിയുടെ യൂസസ്, ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? മോർ പീപ്പിൾ ക്യാൻ ട്രാവൽ, കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാം. ലാർജ് സ്കെയിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, വലിയ അളവിൽ ചരക്ക് കയറ്റാം. നെക്സ്റ്റ്, വാക്സിൻ, പ്രതിരോധ മരുന്നിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? പ്രിവെന്റ്സ് ഡിസീസസ്, രോഗങ്ങൾ തടയുന്നു. ഹെൽപ്സ് ബിൽഡ് ഇമ്മ്യൂണിറ്റി, ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്നു. നെക്സ്റ്റ്, എയ്റോപ്ലെയിൻ, വിമാനത്തിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? ഹെൽപ്സ് പീപ്പിൾ ട്രാവൽ ലോങ് ഡിസ്റ്റൻസസ് ക്വിക്ലി, ദൂര സ്ഥലങ്ങളിലേക്ക് വേഗത്തിൽ യാത്ര ചെയ്യാൻ സഹായിക്കുന്നു. യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ആൻഡ് എമർജൻസീസ്, ചരക്കുകൾ കൊണ്ടുപോകാനും അടിയന്തര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? കീപ്സ് ഫുഡ് ഫ്രഷ് ഫോർ എ ലോങ് ടൈം, ഭക്ഷണം ദീർഘകാലം പുതുമയോടെ സൂക്ഷിക്കുന്നു. പ്രിവെന്റ്സ് ഫുഡ് ഫ്രം സ്പോയിലിംഗ്, ഭക്ഷണം നശിക്കുന്നത് തടയുന്നു. നെക്സ്റ്റ്, തെർമൽ കണ്ടെയ്നർ, ചൂടാറാപ്പെട്ടിയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? കീപ്സ് ഫുഡ് ഹോട്ട് ഫോർ എ ലോങ് ടൈം, ഭക്ഷണം ചൂട് പോകാതെ ദീർഘസമയം സൂക്ഷിക്കുന്നു. യൂസ്ഫുൾ വൈൽ ട്രാവലിംഗ്, യാത്രയ്ക്കിടെ ഉപയോഗപ്രദമാണ്. നെക്സ്റ്റ്, ഇന്റർനെറ്റിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് ഇൻഫർമേഷൻ ക്വിക്ലി, വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കാൻ സഹായിക്കുന്നു. യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൺലൈൻ സർവീസസ്, ആശയവിനിമയത്തിനും ഓൺലൈൻ സേവനങ്ങൾക്കും ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, മൊബൈൽ ഫോൺ, മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? ഹെൽപ്സ് പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ഈസിലി, എളുപ്പത്തിൽ ആളുകളുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്നു. യൂസ്ഡ് ഫോർ ഇന്റർനെറ്റ് ലേണിംഗ് ആൻഡ് എന്റർടൈൻമെന്റ്, ഇന്റർനെറ്റ് പഠനം, വിനോദം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, തുടർ പ്രവർത്തനങ്ങളിലെ ഉത്തരങ്ങൾ നോക്കാം. First question, by discussing with elders, make a note on the changes that happened over the time to the schools, roads and buildings in your locality. നിങ്ങളുടെ നാട്ടിലെ വിദ്യാലയങ്ങൾക്കും റോഡുകൾക്കും കെട്ടിടങ്ങൾക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് മുതിർന്നവരോട് ചോദിച്ച് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരുടെ നാട്ടിൽ സ്കൂളുകൾക്കും റോഡുകൾക്കും കെട്ടിടങ്ങൾക്കും എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? കൂട്ടുകാർ മുതിർന്നവരോട് ചോദിച്ച് ഈ പ്രവർത്തനം പൂർത്തിയാക്കുമല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിസിറ്റ് ദ പഞ്ചായത്ത് ഓഫീസ് ഓർ മുനിസിപ്പൽ ഓഫീസ് നിയർ യുവർ സ്കൂൾ. Ask the staff and understand about the different activities of that office. നിങ്ങളുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഓഫീസ് അല്ലെങ്കിൽ നഗരസഭാ കാര്യാലയം സന്ദർശിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ പഞ്ചായത്ത് ഓർ മുനിസിപ്പൽ ഓഫീസ്, പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ ഓഫീസിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്സ്, ജനന മരണ രജിസ്ട്രേഷൻ നടത്തൽ. അലോട്ട്മെന്റ് ഓഫ് ഹൗസ് നമ്പേഴ്സ്, വീടുകൾക്ക് നമ്പർ നൽകൽ. സപ്ലൈ ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ, കുടിവെള്ള വിതരണം ഉറപ്പാക്കൽ. കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റോഡ്സ്, ബ്രിഡ്ജസ് ആൻഡ് ഫുട്പാത്സ്, റോഡുകൾ, പാലങ്ങൾ, നടപ്പാതകൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യൽ. കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് ആൻഡ് സാനിറ്റേഷൻ ആക്ടിവിറ്റീസ്, മാലിന്യ ശേഖരണവും ശുചിത്വ പ്രവർത്തനങ്ങളും നടത്തൽ. ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്ട്രീറ്റ് ലൈറ്റ്സ്, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്യൽ. പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് വാക്സിനേഷൻ ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ, പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ, അതായത് വാക്സിനേഷൻ, രോഗപ്രതിരോധം തുടങ്ങിയവ. ഇംപ്ലിമെന്റേഷൻ ഓഫ് പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്, ദാരിദ്ര്യ നിവാരണ പദ്ധതികൾ നടപ്പിലാക്കൽ. വെൽഫെയർ സ്കീംസ് ഫോർ ദ എൽഡർലി, വുമൺ ആൻഡ് ചിൽഡ്രൻ, വയോജനങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്കുള്ള ക്ഷേമ പദ്ധതികൾ തയ്യാറാക്കൽ. ഇഷ്യൂയിങ് ലൈസൻസസ്, ദാറ്റ് ഈസ് ഷോപ്സ്, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് എക്സെട്ര, ലൈസൻസ് നൽകൽ, അതായത് കടകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും മുതലായവയ്ക്ക്. കളക്ഷൻ ഓഫ് ടാക്സസ്, ദാറ്റ് ഈസ് ഹൗസ് ടാക്സ്, ട്രേഡ് ടാക്സ്, നികുതി പിരിവ്, അതായത് വീട് നികുതി, വ്യാപാര നികുതി എന്നിവ. കണ്ടക്ടിംഗ് ഗ്രാമസഭ ഓർ വാർഡ് സഭ മീറ്റിംഗ്സ്, ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭകൾ സംഘടിപ്പിക്കൽ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ക്യാൻ ബി ദ മോഡിഫിക്കേഷൻസ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ ടു ദ ഡിവൈസസ് യൂസ്ഡ് കറന്റ്ലി. ഇന്നത്തെ ഉപകരണങ്ങൾക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ എന്തൊക്കെ പരിഷ്കരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാമായിരിക്കും? ദേ മേ ബിക്കം സ്മോളർ, ലൈറ്റർ ആൻഡ് മോർ പോർട്ടബിൾ. അവ കൂടുതൽ ചെറുതും ഭാരം കുറവുള്ളതും എളുപ്പത്തിൽ കൊണ്ടുപോകാവുന്നതുമായിരിക്കും.
They may work faster and more efficiently. അവ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും പ്രവർത്തിക്കും. Devices may become smart and automated using artificial intelligence. കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച ഉപകരണങ്ങൾ കൂടുതൽ സ്മാർട്ടും സ്വയം പ്രവർത്തിക്കുന്നതുമായിരിക്കും. They may consume less energy and use renewable energy sources. അവ കുറഞ്ഞ ഊർജം മാത്രം ഉപയോഗിക്കുകയും പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുകയും ചെയ്യും. Devices may be eco-friendly and cause less pollution. ഉപകരണങ്ങൾ പരിസ്ഥിതി സൗഹൃദമായിരിക്കുകയും മലിനീകരണം കുറയ്ക്കുകയും ചെയ്യും. They may have multiple functions combined into a single device. ഒരൊറ്റ ഉപകരണത്തിൽ തന്നെ പല പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നവയായിരിക്കും. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് വാട്ട് ചേഞ്ചസ് മേ ടേക്ക് പ്ലേസ് ഇൻ ദ ഡിസൈൻ ഓഫ് സ്കൂൾ ബാഗ്സ്? പ്രിപ്പയർ എ ക്രിയേറ്റീവ് നോട്ട് ഓൺ ദിസ്. സ്കൂൾ ബാഗ് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളോടെയാകും നിർമ്മിക്കുക? നിങ്ങളുടെ ഭാവന രേഖപ്പെടുത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയെല്ലാം ആയിരിക്കും? വിൽ ബി ലൈറ്റർ ഇൻ വെയ്റ്റ്, ഭാരം കുറഞ്ഞതായിരിക്കും. വിൽ ഹാവ് ആൻ എർഗണോമിക് ഡിസൈൻ ടു പ്രൊട്ടക്ട് ദ ബാഗ്, പിൻഭാഗം സംരക്ഷിക്കുന്ന എർഗണോമിക് രൂപകൽപ്പന ഉണ്ടായിരിക്കും. വിൽ ഹാവ് സ്പെഷ്യൽ കമ്പാർട്ട്മെന്റ്സ് ഫോർ ടാബ്ലറ്റ്സ് ആൻഡ് ലാപ്ടോപ്സ്, ടാബ്, ലാപ്ടോപ്പ് എന്നിവയ്ക്കായി പ്രത്യേക അറകൾ ഉണ്ടായിരിക്കും. ഫ്യൂവർ ബുക്സ് വിൽ ബി നീഡഡ് ബിക്കോസ് ഓഫ് ഡിജിറ്റൽ ലേണിംഗ്. ഡിജിറ്റൽ പഠനം കാരണം കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ വേണ്ടി വരുള്ളൂ. സം ബാഗ്സ് മേ ഹാവ് സോളാർ ചാർജിംഗ് ഫെസിലിറ്റീസ്. ചില ബാഗുകളിൽ സൗരോർജ ചാർജിംഗ് സൗകര്യം ഉണ്ടായിരിക്കാം. GPS ട്രാക്കിംഗ് മേ ബി ഇൻക്ലൂഡഡ് ഫോർ സേഫ്റ്റി. സുരക്ഷയ്ക്കായി GPS ട്രാക്കിംഗ് സംവിധാനം ഉൾപ്പെടുത്തിയേക്കാം. ബാഗ്സ് വിൽ ബി മെയ്ഡ് ഓഫ് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽസ്. മഴയിൽ നനയാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ബാഗുകൾ നിർമ്മിച്ചേക്കാം. വിൽ ബി സ്ട്രോങ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ്. ബാഗുകൾ ശക്തവും ദീർഘായുസ്സുള്ളതുമായിരിക്കും. കൂട്ടുകാരെ, നമ്മൾ എല്ലാ പാഠഭാഗങ്ങളും കവർ ചെയ്തു കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് 4 EVS ന്യൂ യൂണിറ്റ്സ് ഡിസ്കഷൻസ് എന്ന ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി പരിശോധിച്ചാൽ കൂട്ടുകാർക്ക് എല്ലാ പാഠഭാഗങ്ങളിലെയും നോട്ടുകൾ ലഭ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.